വയറിലെ അൾസർ കൊണ്ട് ഇപ്പോൾ പെപ്റ്റിക് അൾസർ, വയറിലെ അൾസർ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് പലരും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ഫുഡ് കാണുമ്പം എനിക്കിത് വേണ്ട, ഇത് പ്രശ്നം ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ടൊക്കെ നല്ല പേടിച്ച് ഒരു ഫുഡും കഴിക്കാതിരിക്കുന്ന അവസ്ഥ വരെ പലരും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പെപ്റ്റിക് അൾസറിൻ്റെ കാരണങ്ങളും മെയിനായിട്ട് അതിൻ്റെ ലൈഫ് സ്റ്റൈലിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ, ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതും അവോയ്ഡ് ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ അതുല്യ ജയൻ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. എന്താണ് ഈ വയറിലുണ്ടാകുന്ന അൾസർ എന്ന് നോക്കാം. അതായത് ഈ കുടലിൻ്റെ അല്ലെങ്കിൽ ഇത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ എവിടെ വേണമെങ്കിലും കാണും. അപ്പോൾ അവിടെയുള്ള ഒരു മ്യൂക്കോസ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്, ബാരിയറാണ്. അതിൽ വരുന്ന ക്രാക്സ് കൊണ്ട് ആണ് ഈ അൾസർ ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഈ അസിഡിറ്റി കൂടുന്നത്, വെച്ചാൽ pH, നമ്മുടെ വയറിലുള്ള ആ ഒരു pH കൂടുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. മെയിനായിട്ടുള്ള കാരണമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. മെയിനായിട്ട് H. pylori എന്നുള്ള ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് ഇപ്പം ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ സ്മോക്കിങ്ങും ആൽക്കഹോളും. സ്മോക്ക് ചെയ്യുന്നവരിലും അധികമായി ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരിലും ഇത് കണ്ടുവരും. കാരണം ഓൾറെഡി അവർക്ക് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് പ്രശ്നങ്ങളൊക്കെ കൂട്ടും. നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഒരു 30% ഈ സ്മോക്ക് ചെയ്യുന്നതിൻ്റെ എഫക്റ്റൊക്കെ ലങ്സിൽ പോകുന്നുണ്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വയറിലും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ പോകുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഈ മ്യൂക്കോസേനെയും എല്ലാം ഈ സ്മോക്കൊക്കെ ഇറിറ്റേറ്റ് ചെയ്തിട്ടും ഇത് കൂടാം. പിന്നെ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു മെയിൻ കാരണമാണ് സ്ട്രെസ്. ഇപ്പം ജോബ് ആയിക്കോട്ടെ, അല്ലാത്ത സ്ട്രെസ് കൊണ്ടൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചെയ്യും, കൂടും ചെയ്യും. പിന്നെ ഒന്നാണ് പെയിൻ കില്ലേഴ്സ്. ഇപ്പം അധികം ആൾക്കാരും ഒരു തലവേദന വന്നു, കാലുവേദന വന്ന പെയിൻ കില്ലേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്. അപ്പം ഈ കഴിക്കുന്ന പെയിൻ കില്ലേഴ്സും സ്റ്റീറോയിഡ്സും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സ്റ്റീറോയിഡ്സ്, പ്രത്യേകിച്ച് NSAIDs ഒക്കെ ഇതിനൊക്കെ ഒരു കാരണം ആവുന്നുണ്ട്. അതുപോലെയാണ് ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ. അത് സ്ഥിരമായി കഴിക്കുന്ന പേഷ്യൻസിലും ഇങ്ങനെ അൾസർ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. കോമൺലി അൾസർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലോട്ടിംഗ് ആണെന്ന് മെയിനായിട്ടുള്ള. എന്ത് ഫുഡ് കഴിക്കുമ്പോഴേക്കും വയറ് വീർത്ത് വരിക, ബ്ലോട്ടഡ് ആവുക. അതുപോലെ വയറിൽ ഇങ്ങനെ സൂചി കുത്തുന്ന പോലത്തെ ഒരു പെയിൻ പേഷ്യൻസ് പ്രത്യേകം പറയാറുണ്ട്. അങ്ങനത്തെ ഒരു പെട്ടെന്ന് വരുന്നൊരു പെയിൻ. ചിലർക്ക് ഫുഡ് കഴിച്ചാൽ അപ്പം തന്നെ പെയിൻ വരും. ചിലർക്ക് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പെയിൻ വരിക. ചിലർക്ക് ഫുഡ് കഴിക്കാനേ പറ്റാത്ത പോലെ, കഴിച്ചാൽ വൊമിറ്റ് ചെയ്യുക, സഹിക്കാൻ പറ്റാത്ത പെയിൻ പോലെ വരുന്നുണ്ട്. ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം വയറൊന്ന് എംപ്റ്റി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ പെയിൻ വരുന്ന പേഷ്യൻസും ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ആ ഒരു അൾസറിൻ്റെ ടൈപ്പ് അനുസരിച്ച് പെയിൻ വരുന്ന സമയവും ഫുഡിൻ്റെ ഇതൊക്കെ ചേഞ്ച് ആവുന്നതാണ്. ഇതുപോലെ ഇപ്പോൾ ഈ പറയുന്ന വേദന, ബ്ലോട്ടിങ് പോലെ ചിലർക്ക് നോസിയ വരും. രാവിലെ ബ്രഷ് ചെയ്താൽ തന്നെ വൊമിറ്റ് ചെയ്യാൻ വരിക, ഒരു പുകച്ചിലൊക്കെ ഒരു കോമൺലി കാണുന്ന സിംറ്റംസ് ആണ്. ഇതല്ലാതെ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ട്, മോഷൻ്റെ ടൈമിൽ ബ്ലീഡിങ് കാണുക, സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ളൊരു പെയിൻ കാണുക, തടി കുറയുക, വെയിറ്റ് ലോസ് ഉണ്ടാവുക, ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കുറച്ചുകൂടെ സീരിയസ് ആയി കാണേണ്ട സിംറ്റംസ് ആണ്. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. എപ്പോഴും ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അതും എൻഡോസ്കോപ്പി നമ്മൾ ആദ്യമേ എന്തെങ്കിലും വയറിൽ കാണുമ്പോഴേക്കും ചെയ്യേണ്ട ആവശ്യമില്ല. മെഡിസിനൊക്കെ കഴിച്ച് എന്നിട്ടും കുറവില്ലെങ്കിൽ മാത്രം എൻഡോസ്കോപ്പി ചെയ്താൽ മതി. പിന്നെ ഈ H. pylori ആണ് ഇതിൻ്റെ മെയിൻ കോസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ H. pylori ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന 2 ടെസ്റ്റുകളാണ്. ഒന്ന് യൂറിയ ബ്രീത്ത് ടെസ്റ്റും പിന്നെ ഒന്ന് H. pylori ആൻറ്റിജൻ്റെ ടെസ്റ്റും ചെയ്താൽ ഇത് ഉണ്ടോ എന്ന് അറിയാൻ. പിന്നെ ഉള്ളത് CBC ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അൾസർ ഉള്ളവർക്ക് പലപ്പോഴും ബ്ലീഡിങ് ഉണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഷൻ്റെ ടൈമിൽ സ്റ്റൂളിൽ ബ്ലീഡിങ് കാണുന്നു, ബ്ലഡ് കാണുന്നു. അങ്ങനെയൊക്കെ ആകുമ്പം അനീമിയയ്ക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അനീമിയ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CBC ചെയ്യുന്നത്. ഈ അൾസർ ഉള്ളവർ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് തിങ് ആണ് സ്മോക്കിങ്ങും ആൽക്കഹോളും അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കൂടെ സ്മോക്ക് ചെയ്യുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ മാറ്റം വരില്ല. നിങ്ങൾ പിന്നെയും നിങ്ങളുടെ മ്യൂക്കോസിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മെഡിസിൻസിന് മാത്രം മാറ്റാൻ പറ്റില്ല, അതിൻ്റെ കൂടെ തന്നെ ഫുഡൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ മെയിനായിട്ട് സ്മോക്കിംഗ്, ആൽക്കഹോൾ നിർത്തുക. പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്നത് അങ്ങനെ സ്ട്രെസ് കുറയ്ക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫുഡിൻ്റെ ടൈം. ഫുഡ് ടൈമിന് കഴിക്കുക, വയറ് വിശന്നിരിക്കാതെ നോക്കുക, കൃത്യം സമയത്ത് കഴിക്കാൻ നോക്കുക. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് 12 മണിക്ക് കഴിച്ചിട്ട് പിന്നെ 3 മണിക്ക് ലഞ്ച് കഴിക്കുക, അത് അവോയ്ഡ് ചെയ്യാം. കാരണം ഇങ്ങനെ നമ്മുടെ മീൽ ടൈം തെറ്റിയാലും
വയറിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ അത് ആദ്യം ഒരു ചെറിയൊരു അസിഡിറ്റിയിൽ തുടങ്ങും, ചിലപ്പോൾ ഇതൊരു ഗ്യാസ് അല്ലേ വിചാരിച്ച് വിടും, അതാവും പിന്നെ കൂടി ഇങ്ങനെ പെപ്റ്റിക് അൾസറിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ മീലിൻ്റെ ടൈം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതെന്ന് പറയുന്നത് പെയിൻ കില്ലേഴ്സ് അൺനെസസറി ആയി കഴിക്കുന്നത് ഒഴിവാക്കുക. ഒരു തലവേദന വന്നാലോ എന്ത് വന്നാലും അപ്പം തന്നെ പെയിൻ കില്ലർ എടുത്ത് കഴിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് മാത്രം പെയിൻ കില്ലർ എടുത്ത് കഴിക്കുക. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിഞ്ഞാൽ അടുത്ത മാസമല്ലേ എടുക്കുന്നത്. അങ്ങനെയല്ല, പെയിൻ കില്ലർ എപ്പോഴും എടുക്കുന്നത് നല്ലതല്ല. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് പോലെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം നമ്മളൊരു ഇതെന്തിനാണ് അതിൻ്റെ ഡോസ് ഒന്നും അറിയാതെ കഴിച്ചു കഴിഞ്ഞാൽ. ഇനി ഫുഡിൽ അവോയ്ഡ് ചെയ്യേണ്ടതും ഇൻക്ലൂഡ് ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ നോക്കാം. കാരണം ഈ ഫുഡ് ഒരിക്കലും മെഡിസിനെ റീപ്ലേസ് ചെയ്യുന്ന ഫുഡുകളല്ല. ഇത് മെഡിസിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ ഫുഡിൽ അവോയ്ഡ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യത്തേതാണ് പാല്. പലരും വിചാരിക്കുന്നത് ഇങ്ങനെ അൾസറിന് നല്ലതാണ് എന്ന് വിചാരിച്ച് പാല് കുറേ കുടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പാൽ അങ്ങനെയല്ല. പാല് ചിലപ്പോൾ നിങ്ങൾക്ക് ആ കുടിക്കുന്ന സമയത്തൊരു കൂളിങ്ങും ഒരു റിലീഫും ഒക്കെ തരും. പക്ഷെ ആ റിലീഫ് ടെമ്പററി ആണ്. പാലിൽ കാൽഷ്യം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് അസിഡിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ഇത് കിട്ടിയാലും പാല് ശരിക്കും നല്ലതല്ല. പക്ഷേ തൈര് എടുക്കുകയാണെങ്കിൽ, കേർഡ് എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പാല് പോലെയല്ല കേർഡ്, പക്ഷേ കേർഡ് നല്ലതാണ്. ഇനി ഒഴിവാക്കേണ്ട ഒന്നാണ് ക്യാബേജ്, ബ്രൊക്കോളി പോലെയുള്ള, കോളിഫ്ലവർ പോലുള്ള ഈ 3 നല്ലതല്ല, ഒഴിവാക്കണം. പക്ഷെ വേറെ വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ ബ്രൊക്കോളി ഇതൊന്നും നല്ലതല്ല. അതുപോലെയുള്ളതാണ് സ്പൈസി ഫുഡ് ഒഴിവാക്കണം എന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. അതുപോലെ കുരുമുളക്, പലരും വിചാരിക്കും കുരുമുളക് എന്ന് പറയുന്നത് മെഡിസിനൽ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതല്ലേ, കുരുമുളക് നല്ലതാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ കുരുമുളക് തീരെ നല്ലതല്ല. ഒരു തുള്ളി പോലും കുരുമുളക് കൂട്ടാൻ പാടില്ല. അതുപോലെയാണ് ടീ, കോഫി പോലുള്ള കഫെയിൻസ് ഉള്ളത്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെ ഒഴിവാക്കണം. പ്രോസസ്ഡ് സ്വീറ്റ്സും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളും ഒഴിവാക്കുക. അതുപോലെ അരി കഴിക്കുകയാണെങ്കിൽ, അരി ഭക്ഷണമായിട്ട് ചോറ് കഴിക്കുകയാണെങ്കിൽ തന്നെ തവിടുള്ള അരി കഴിക്കുക. കാരണം ഈ ഫൈബർ കണ്ടന്റ് ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. ഇനി ഇതിൽ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വെജിറ്റബിൾസ്. നേരത്തെ പറഞ്ഞ കോളിഫ്ലവർ, ബ്രൊക്കോളി അല്ലാത്ത എല്ലാ വെജിറ്റബിൾസും കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഈ വെജിറ്റബിൾസൊക്കെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. അതും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ബെറ്റർ ആക്കാനും റിലീഫ് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ചെറുപയർ, കടല, പരിപ്പ് പോലുള്ളത് കഴിക്കുകയാണെങ്കിൽ അത് ചൂടോടെ കഴിക്കാൻ നോക്കുക. തണുത്ത് കഴിഞ്ഞ് കഴിച്ചാലാണ് വയറിന് കൂടുതൽ ബുദ്ധിമുട്ട് വരിക. പക്ഷെ ചൂടോടെ കഴിച്ചാൽ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. അതുപോലെ ലീൻ പ്രോട്ടീൻസ് കഴിക്കാം. ചിക്കൻ കഴിക്കാം, മുട്ട, മീനൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വൈറ്റമിൻസ് ഏതൊക്കെയാണ്, മിനറൽസ് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒന്ന് പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി ആണ്. എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി നല്ലൊരു വൈറ്റമിൻ ആണ്. എന്ന് വെച്ചാൽ പല അസുഖങ്ങളിലും മാറാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും കോമൺലി വൈറ്റമിൻ സി എന്ന് പറയുമ്പം കഴിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ വരുന്നതാണ് നാരങ്ങ, ഓറഞ്ച് ഒക്കെ. പക്ഷേ ഇങ്ങനെ അൾസർ ഉണ്ടെങ്കിൽ വൈറ്റമിൻ സി കഴിക്കുമ്പം ഓറഞ്ച് കഴിക്കാം, ലെമൺ കഴിക്കാനൊന്നും പറ്റില്ല. കാരണം അതൊക്കെ സിട്രസ് ഫ്രൂട്ട്സ് ആണ്. സിട്രസ് ഫ്രൂട്ട്സ് ആവുമ്പം അത് അസിഡിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം വൈറ്റമിൻ സിയിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തതാണ് ഓറഞ്ചും നാരങ്ങ പോലത്തെ പുളിപ്പുള്ള ഫ്രൂട്ട്സ്. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതിൽ പേരയ്ക്കും അതുപോലെ നെല്ലിക്കും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വൈറ്റമിൻ എ നല്ലതാണ്. വൈറ്റമിൻ എയിലിപ്പം കോമൺലി നമുക്കുള്ളതാണ് ബീട്രൂട്ടും ക്യാരറ്റും നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയ ഫുഡുകൾ നല്ലതാണ്. അതായത് ഇലക്കറികൾ, ചീര, മുരിങ്ങ അങ്ങനത്തെ ഇലക്കറികൾ. അയണുള്ള ഫുഡ് കഴിക്കുക, ഡേറ്റ്സ്, അതുപോലെ ഇലക്കറികൾ, ഉണക്കമുന്തിരി, ബ്ലാക്ക് കളർ റൈസിൻസ് ഇല്ലേ അതൊക്കെ. കാരണം ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അയൺ കുറയാം, HB കുറയാം. അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് അയൺ ഉള്ളത് കഴിക്കാം. പിന്നെ പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യാം. തൈര് പോലത്തെ പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി മിനറൽസ് നോക്കുകയാണെങ്കിൽ സിങ്ക് ആണ്. സിങ്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് സിങ്ക് അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ സെലീനിയം കഴിക്കുന്നതും നല്ലതാണ്. സെലീനിയം റിച്ച് ആയിട്ടുള്ള ഫുഡ് പറയുമ്പം ഒന്നാണ് ചെമ്മീൻ പോലത്തെ മീനുകൾ, അതുപോലെ കടുക്ക പോലത്തെ മീനൊക്കെ നല്ലതാണ്. ഇനി അത് വെജിറ്റേറിയൻസിനാണെങ്കിൽ മഷ്റൂം നല്ലതാണ്. സിങ്ക് അടങ്ങിയതാണെങ്കിൽ ചെറുപയർ, കടല, പരിപ്പ് പോലത്തതും
ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അത് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്കോ കൺസൾട്ടേഷനോ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.